ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ ആ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാം. കൂട്ടത്തിൽ ആ ബെൽ ബട്ടനൂടെ. ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ മാടായിപ്പാറ വരെ പോവുകയാണേ. ഞങ്ങളുടെ മാമൻ്റെ മോനുമായിട്ടായിരുന്നു പോയിരുന്നത്. ചേട്ടൻ്റെ വണ്ടിയിലാണേ പോയത്. അപ്പം ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു പോയിരുന്നത്. അന്ന് നന്നേ ബ്ലോക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കണ്ണൂർ പയ്യന്നൂർ വഴിയാണ് പോകുന്നത്. അപ്പം പകുതിക്ക് വെച്ച് നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. റോഡൊക്കെ നന്നേ ബ്ലോക്കായിരുന്നു. പിന്നെ പകുതി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മഴയെല്ലാം കുറഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുഴകളും ആറുകളും ഒക്കെ കടന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. എനിക്ക് ഇവിടെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടായത് കാരണം നല്ല രസം തോന്നി. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടിയൊക്കെ വെച്ചേക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു. നമ്മുടെ വീടിന് ഐശ്വര്യം ചെടികളാണെന്ന് പറയുന്ന പോലെ റോഡിൽ ഇങ്ങനെ ചെടിയൊക്കെ വെച്ചേക്കുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം നമ്മുടെ ആ ഭാഗത്തൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ. റോഡും നന്നേ ബ്ലോക്കായിരുന്നു. പിന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു റോഡിലെല്ലാം കേട്ടോ. പിന്നെ ഞായറാഴ്ച ദിവസം കൂടിയല്ലേ, അപ്പോഴെല്ലാം ജോലിക്കാർക്കും എല്ലാം പുറത്തിറങ്ങി നടക്കാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ നല്ല തിരക്കുള്ള റോഡിലൂടെ ഞങ്ങൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡിലെ പുഴയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട യാത്ര. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട് ഈ മാടായിപ്പാറയിൽ പോകാനായിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല പെരും മഴയത്താണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തോ ഞങ്ങൾ ആ സമയത്തെത്തിയപ്പോഴത്തേക്ക് മഴയെല്ലാം കുറഞ്ഞിരുന്നു. ആ മാടായിപ്പാറയിലെത്തി. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പക്ഷികളെ കാണാൻ കഴിഞ്ഞു കേട്ടോ. തീരെ പൊടി പക്ഷികളായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ പാടെ അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ ആ മുത്ത് വാരി വിതറിയേക്കുന്ന പോലെ കാണുന്നില്ലേ, ചെറിയ പുൽച്ചെടികളാണ്. നല്ല രസമായിരുന്നു കാണാൻ. എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന നീലപ്പൂവുണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. നമ്മുടെ വെള്ളം മുത്ത് വാരി വിതറിയ പോലെ ആയിരുന്നു. പിന്നെ അവിടുന്ന് റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന പോലെയായിരുന്നു കാണാൻ. ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കളിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത്, നമ്മുടെ വീഡിയോ എടുത്ത് തരുന്ന കുട്ടേട്ടനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെ വെള്ളം കത്തി കളിക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ കുട്ടേട്ടൻ അത് ഒരു മടിയും കൂടാതെ ഞങ്ങൾക്ക് എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ്റെ വെള്ളത്തിൽ കളി കഴിഞ്ഞിട്ട് ഞാൻ അവസാനം വെള്ളത്തിലൊക്കെ കളിക്കാൻ പോയി. പിന്നെ ആ എരുമക്കുട്ടനെ ഒന്ന് പിടിക്കാനായിട്ട് നോക്കിയതാണ്. അതിൻ്റെ അമ്മ കൂടെ നടക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു, കുത്തുമോന്ന് പേടിയായിരുന്നു കേട്ടോ. അത് കാരണം പിടിക്കാൻ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ചെല്ലുന്ന സമയം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കാരണം മഴയൊക്കെ കുറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ഓക്കെ.